നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. കുറെ കാലമല്ലോ ലൂസ് ടോക്ക് പലരും വിളിച്ച് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ലൂസ് ടോക്ക് ചെയ്യാൻ മടി? മടിയൊന്നുമില്ല, നമ്മുടെ സഹപ്രവർത്തകർ ഓരോരുത്തരെ ഓരോ തിരക്കുകൾ, അതുകൊണ്ടാണ് നമ്മൾ ലൂസ് ടോക്ക് നമ്മളിക്കലും മുടക്കില്ലല്ലോ. എൻ്റെ ഒരു പ്രോബ്ലം, ഞാനിപ്പം എനിക്ക് ആഴ്ച ഒരു ദിവസങ്ങളും കോടതി പോകേണ്ടി വരുന്നുണ്ട്. പിന്നെ കൃഷി ഒരുപാട് ഡിലേ ആയിരുന്നു. അപ്പം അതെല്ലാമായിട്ട് ഇപ്പം പക്ഷെ പണിയായി. ഇപ്പം ഞാൻ ചെയ്തെല്ലാം ഭയങ്കര മഴയായില്ലേ, പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ചേനയെല്ലാം പോയി. നമ്മുടെ ചേന കിളുത്തുന്ന ചേനയെല്ലാം വളഞ്ഞൊടിഞ്ഞു. സുഹൃത്ത് ചോദിച്ചു, ഇപ്പം കൃഷിയിലാണോ കൂടുതൽ താല്പര്യം? ഉച്ചയ്ക്ക് കാണുന്നില്ലല്ലോ. ഒരു രക്ഷയില്ല. അത് കൃഷിയിലേക്ക് ഫോക്കസ് ചെയ്തതനുസരിച്ചൊരു കുഴപ്പമായി. പിന്നെ എല്ലാം ഓടിക്കണ്ടേ ഒരേപോലെ സംഭവിക്കുന്നുണ്ട്. രാഘവൻ, ഒരുപാട് സംഭവങ്ങൾ ഇതിനിടെ ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ യുദ്ധസമയത്തൊക്കെ സംസാരിക്കേണ്ടതായിരുന്നു, നടന്നില്ല. ഇപ്പോൾ എലക്ഷൻ, ഇതാണിപ്പോൾ സംഭവം. എലക്ഷൻ കപ്പലുണ്ടായിരുന്നു, കപ്പൽ പിന്നെ സംഭവിക്കാം. എന്നാ സംഭവിക്കും നോക്കാം. എലക്ഷൻ രാജ്മോഹൻ എങ്ങനെയാണ് ഇതിന് ഇതുവരെയുള്ള ഒരു സാഹചര്യം എന്തായാലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അത് നിലമ്പൂർ മണ്ഡലത്തെ കുറിച്ച് നമുക്ക് ഒരു കാര്യം പറയാൻ നല്ലതാണ്. നിലമ്പൂരിൽ അത് അപൂർവതയാണ്, മൂന്നാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അങ്ങനെ പ്രത്യേകതയുണ്ട്. കാരണം 65 ഇലക്ഷൻ നടന്ന അന്ന് സഭ കൂടിയില്ലല്ലോ. പിന്നെ 67 കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു. അപ്പൊ ബൈ ഇലക്ഷൻ നടന്നു. അന്ന് അതേ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. അതിന് അങ്ങനെ സംഭവിക്കും. 70 തന്നെ നടന്നു. മാത്രമേ 72 നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നീട് നടന്നു. പൊതുതെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം മാസങ്ങളെ MLA ആയുള്ളൂ. രസകരമായ കാര്യം, എം പി ഗംഗാധരൻ ജയിച്ചു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആരുടെ മുഹമ്മദ് കോൺഗ്രസ്സുകാരനായ നേതാവ് ആ കേസിൽ പ്രതിയായിട്ട് പോലും എം പി ഗംഗാധരൻ ജയിച്ചു. പിന്നെ 70 ഫുൾ പ്രതി ആയതുകൊണ്ടാണ് ആര്യാടൻ സീറ്റ് കിട്ടാതെ പോയത്. കാരണം 65-ലും 67-ലും ആര്യാടൻ മത്സരിച്ചു. മൊത്തം 67-ൽ ആര്യാടൻ ഭൂരിപക്ഷം കുറയ്ക്കാനും പറ്റി കുഞ്ഞാലിയുടെ. പക്ഷെ എന്നിട്ടും പിന്നെ അദ്ദേഹം എം പി ഗംഗാധരൻ ജയിച്ചു. ഈ കുഞ്ഞാലി കേസ് എന്താ? എന്നിട്ട് അവസാനം ആരാ കുറ്റവാളി? അത് ശരിക്കും പറഞ്ഞാൽ ഈ ആര്യാടന കേസിൽ കുരുക്കിയത് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. LDF ഇടതുമുന്നണി സർക്കാർ, സപ്തപക്ഷമുന്നണി സർക്കാരാണല്ലോ വന്നിരുന്നത്. ഈ അവിടുത്തെ കോൺഗ്രസ് ഹൗസിൽ നിന്ന് വെടിവെച്ചു എന്നാണ് പറയുന്നത്. അന്ന് അവിടുത്തെ കോൺഗ്രസ് നേതാവായിരുന്ന ആര്യാടനാണ്. ആര്യാടനെ തലയ്ക്ക് വെച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും ആര്യാടൻ മുമ്പ് ഒരാളെ വെടിവെച്ചു വരുന്ന തരത്തിൽ നിന്നുള്ള ക്രൂരരായ മനുഷ്യൻ കുറ്റവിമുക്തനായി. അത് ജയിലിൽ കിടന്നു കുറച്ച് ദിവസം. കുറച്ച് ദിവസം കിടന്നു അദ്ദേഹം. കുറ്റവിമുക്തനായി. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാലി വെച്ച ഒരു ബൈലക്ഷൻ വന്ന് എം പി ഗംഗാധരൻ ജയിക്കുന്നു. പിന്നീട് വന്നത് 1980-ലാണ്. 80-ൽ അന്ന് ആന്റണി വിഭാഗം കോൺഗ്രസ് യു എന്നാണ്, അറസ്റ്റ് കോൺഗ്രസ്. അവർ LDFന്റെ ഭാഗമാണല്ലോ. അപ്പോൾ അന്ന് ആര്യാടൻ ഗംഗാധരൻ അവിടെ നിന്നു ഇല്ല. 80-ൽ സംഭവിച്ചത്, അവിടെ ആര്യാട മുഹമ്മദ് MLA അല്ല, പക്ഷെ അദ്ദേഹം മന്ത്രിയാക്കി. LDF മന്ത്രിസഭയിൽ 4 മന്ത്രിസഭയിൽ വനം വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം സീറ്റ് വേണമല്ലോ. അപ്പം നിലമ്പൂർ അന്ന് ആദ്യം വിജയിച്ചാൽ C ഹരിദാസാണ്. അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് MLA ഒരു മനുഷ്യനാണ്. അദ്ദേഹം 10 ദിവസം മറ്റേ MLA ആയിരുന്നിട്ടുള്ളൂ. അദ്ദേഹം രാജിവെച്ച് കൊടുത്തു. ആര്യാടൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഏതൊരു സ്ഥാനാർത്ഥി മുല്ലപ്പള്ളി രാമേന്ദ്രനാണ്. അന്ന് ആ വിഭാഗം അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ആര്യാടൻ ജയിച്ചു. ആരുടെ ഭൂരിപക്ഷം ജയിച്ചു. സ്വാഭാവികം മന്ത്രിയും കൂടെയാണല്ലോ അദ്ദേഹം. പിന്നെ ഇപ്പം നടക്കുന്നത് 3ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ഒരുപക്ഷെ ഒരേ 3 തവണ ബൈലക്ഷൻ നടക്കുന്ന മണ്ഡലം മിക്കവാറും നിലമ്പൂരായിരിക്കും. ഞാൻ ഈ ആര്യാടനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു. എനിക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണോ? സർക്കാരിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രി. ആന്നെ പിന്നെ ആദ്യത്തെ മന്ത്രിസഭാ കാലത്ത് കാരണം രാജിവെച്ചിട്ട് അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആ സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ ഒരു കാര്യത്തിന് കാണാൻ പോയത് ഓർക്കുന്നുണ്ട്, ഒരാളെയും കൂട്ടി. ഈ അന്ന് ആര്യാടനാണ് എന്ന് വിളിച്ച് അദ്ദേഹം പറയുന്ന പറച്ചിൽ കേട്ടാൽ കാര്യം സാധിച്ചെന്ന് നമുക്ക് ഉറപ്പായിരുന്നു. സാമാന്യമായി എപ്പോൾ 555 ട്രെയിൽ കാണുമായിരുന്നു. അദ്ദേഹം എപ്പോഴും പുകലിക്കുന്ന ഒരാളായിരുന്നു. വളരെ ജനകീയനാണ് അദ്ദേഹം. ഭയങ്കര ജനകീയനായ മനുഷ്യൻ. അതിന് രാഷ്ട്രീയമൊന്നുമില്ല അക്കാര്യത്തിൽ. എല്ലാവരുമായി വളരെ നല്ല ബന്ധം. തികഞ്ഞ മതേതരവാദി. മാത്രമല്ല, ഈ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിനെ നിലനിർത്തി പോകുന്ന 2 നേതാക്കൾ TK ഹംസ ആര്യാടനും കൂടെ ആയിരുന്നു. എന്നിട്ട് TK ഹംസ അങ്ങോട്ട് പോയി. TK ഹംസ 82-ൽ അങ്ങോട്ട് പോയി മത്സരിക്കുകയും ചെയ്തില്ലേ? ആരാണ് തോപ്പിച്ചു? 82-ൽ തോപ്പിച്ചു. അന്ന് പക്ഷേ അയാൾ കോൺഗ്രസാ. TK ഹംസ അല്ല, DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. പുള്ളിക്ക് സീറ്റ് നിഷേധിച്ചു. പുള്ളി കേരള അടുത്ത് വന്ന് നമുക്ക് ലീഡറെ നിയമസഭയിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി ജയിക്കുന്നു. അങ്ങനെ 82-ൽ നിയമസഭയിൽ കർണാടക മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷ നിരയിൽ അദ്ദേഹം വന്നിരിക്കുകയാണ് TK ഹംസ. പിന്നെ ഹംസ 87-ൽ മന്ത്രിയായി, ചീഫ് വിപ്പായി, MP ആയി, എല്ലാമായി. ഞാൻ പറഞ്ഞ ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയല്ലേ ആര്യാടൻ മുഹമ്മദ് ഷൗക്കത്തിന് സീറ്റ് കൊടുക്കും? ആദ്യം സീറ്റ് കൊടുത്തത് 2016-ൽ ആണല്ലോ. പക്ഷെ അവിടെ എന്നിട്ട് എന്താ അൻവറിന് ഇത്രയും സ്വാധീനം ഉണ്ടാകാൻ പറ്റിയതാണ്? അൻവർ ബേസിക്കലി അവിടുത്തുകാരൻ തന്നെ ആയതുകൊണ്ടാണോ? അതിന് മാത്രമല്ല, ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം അറിയാമല്ലോ, വ്യാപക രീതിയിൽ കാലുവാരൽ നടത്താണ്. ഒരുപാട് ഭൈമികാവന്മാർ. കാര്യം ആര്യാടനുള്ളത് കൊണ്ട് തന്നെ പലർക്കും മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥ അവിടെ ഉണ്ടായിരുന്നില്ല. ആര്യാടനെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ മാറാനൊക്കെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യത കോൺഗ്രസിന് അങ്ങനെ സാധ്യതയുണ്ട്. അതായത് ആര്യാടന് ശേഷമെങ്കിലും ആ സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും.
കെ.മാണിക്ക് ശേഷം പാലായിൽ. കോട്ടയം മൊത്തം പാലാന്നല്ല കോട്ടയത്തെ മുഴുവൻ സീറ്റും കേരള കോൺഗ്രസിന്റെ പകുതിയാക്കാൻ വേണ്ടി കോൺഗ്രസിനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഇയാളെ ചവിട്ടി പുറത്താക്കിയത്. അപ്പോൾ ആ സീറ്റ് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടുമെന്നുണ്ട്. അവസാനം അതെല്ലാം പിടിച്ചില്ല. അതായത് ഇവർ തന്നെ തിരിച്ച് ജോസ് കെ മാണിയോട് ഇങ്ങോട്ട് വന്നു. അപ്പം ഈ എന്നിട്ടും 2021 ഇയാൾ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തത് എന്തുകൊണ്ടാണ്? ഒരു തവണ തോറ്റു എന്നുള്ള സത്യം അതുകൊണ്ടായിരിക്കും. പിന്നെ വി പ്രകാശ് എന്ന് പറഞ്ഞത് വളരെ എല്ലാവർക്കും സ്നേഹമുള്ള ഈ വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു. ഞാൻ ഒന്നിനോട് പുള്ളി പരിചയപ്പെട്ടിട്ടുണ്ട്. വളരെ സൗമ്യനായ, വളരെ സോഫ്റ്റായ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഒരു തവണ ഷൗക്കത്ത് തോറ്റതല്ലേ, അപ്പോൾ അടുത്ത തവണ വേണമെങ്കിൽ പ്രകാശിന് ഊഴം കൊടുക്കാമെന്ന് കരുതിക്കാണ്. പക്ഷേ കുറഞ്ഞ വോട്ടിനാണ് കഴിഞ്ഞ തവണ അദ്ദേഹം പരാജയപ്പെട്ടത്. അതാണ്. അപ്പോൾ ഇതോടുകൂടി ഞാനെൻ്റെ അകത്ത് അത്ഭുതത്തോടെ കാണുന്ന ഒരു സംഗതിയും, ഒരു രാഷ്ട്രീയ നേതാവ്, ഞാൻ എപ്പോഴും ഇപ്പോഴത്തെ ഈ അൻവറിൻ്റെ അവസ്ഥ, നമ്മളിതിനെ കാണേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവറിൻ്റെ അവസ്ഥയാണ്. അൻവറിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് സമാനതകളില്ലാത്ത ദൂരത്ത് പലരും രാഷ്ട്രീയത്തിൽ തിരിച്ചടി കിട്ടാറുണ്ട്. ഒരിക്കൽ പോലും മന്ത്രിയാവാൻ കഴിയാത്തവരുണ്ട്. പി.ടി. തോമസ് ഒരിക്കൽ പോലും മന്ത്രിയാകാൻ കഴിയില്ല. മന്ത്രിയല്ല, മുഖ്യമന്ത്രി പോലും ആകാനുള്ള എല്ലാ യോഗ്യതയുള്ള ആളാണ്. ഈവൻ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവാകുമ്പോൾ മന്ത്രിയായിട്ടില്ല. ആയിരുന്നില്ല, ഇതുവരെ മന്ത്രിയായിട്ടില്ല. അപ്പം ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ചിലർക്ക് ഇഷ്ടം പോലെ. ഇപ്പം ഇയാൾ ആരാണ്, ശശീന്ദ്രൻ, പിന്നെ മന്ത്രിയാവുക. പുള്ളി 70 തൊട്ട് ആളാണ്. അല്ല, രണ്ടാമത് തവണ മന്ത്രിയാവുക. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഭാഗ്യമാണ്. ഇതൊക്കെ ആണെങ്കിലും ഈ തിന്മയെ പ്രതിനിധീകരിച്ചാൽ, അഹങ്കാരം ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നാൽ പിന്നെ നിലനിൽക്കാൻ പറ്റത്തില്ല എന്നതാണ് വാസ്തവം. സത്യമാണത്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിളാണ്, ടിപ്പിക്കൽ ഉദാഹരണമാണ് അൻവർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ അത്ഭുതത്തോടെ ആലോചിച്ച് നോക്കി, നിലമ്പൂരിൽ അൻവർ CPM ആയിട്ട് ഉടക്കുന്നു. അത് തന്നെ ആവശ്യമില്ലാത്ത കാര്യമാണ്. ഇപ്പം അൻവർ പിണറായിയുമായി പിണം കണ്ട ഒരു കാര്യമില്ല. കാരണം പിതൃതുല്യം എന്ന് വിളിച്ചിരുന്നതാണല്ലോ. പിതൃതുല്യം എന്ന് വിളിച്ചത് മാത്രമല്ല, പിണറായിസം എന്ന് നമ്മൾ പേരിട്ട് വിളിച്ച ഇപ്പോൾ അൻവർ കൊണ്ട് നടക്കുന്ന ആ ഒരു തത്വശാസ്ത്രത്തിൻ്റെ ഏറ്റവും ടിപ്പിക്കൽ ഉദാഹരണം ഇയാളായിരുന്നു. പ്രയോക്താവായിരുന്നു. അപ്പോൾ അൻവറിൻ്റെ ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ആ പുതിയ രാഷ്ട്രീയ ആശയത്തിൻ്റെ ടിപ്പിക്കൽ, അതായത് കാശുള്ള, കളങ്കിതരായ, ഗുണ്ടായുസവും ക്രിമിനൽ പരിപാടിയും കയ്യിലുള്ള, പോലീസിനെ ഭയപ്പെടുത്തുന്ന, നാട്ടുകാരെ ബഹുമാനിക്കാത്ത, മാധ്യമങ്ങളെ തെറി വിളിക്കുന്ന ഒരു കൾച്ചറുണ്ടല്ലോ. ആ കൾച്ചറിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവും പ്രയോക്താവും ഒക്കെ ആയിരുന്നു അൻവർ. അതുകൊണ്ട് തന്നെ അൻവറിന് പിണറായിയെ തള്ളി പറയാനോ, പിണറായി കുറിപ്പം ഞാൻ പറഞ്ഞു ജി സുധാകരൻ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, തോമസ് ഐസക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഈ പിണറായിസത്തിൻ്റെ എല്ലാ ദോഷങ്ങളുടെയും ഗുണമനുഭവിച്ചിരുന്ന ആ ഗുണ്ടായിസത്തിൻ്റെ, സൈബർ ഗുണ്ടായിസത്തിൻ്റെ നേതാവായിരുന്ന അൻവർ എന്തിനു വേണ്ടി പിണറായിയുമായി തെറ്റി? ഇതാണ് ഇപ്പോഴും പിടികിട്ടാത്തൊരു ചോദ്യം. ദുരൂഹമായ സംഗതി തന്നെയാണ്. കാരണം ഈ തൻ്റെ എതിരാളികളെ ഇല്ലാതാക്കാൻ എല്ലാം തന്നെ ഉപയോഗിച്ച് പിണറായി ബന്ധം തന്നെ. പിണറായി ബന്ധമാണ്. തനിക്കെതിരെ വന്ന കേസുകൾ എല്ലാം പണ്ടേ ജയിലിലാവേണ്ടതാണ്. കൊലപാതക കേസിൽ വരെ പ്രതിയായി, കള്ളക്കേസുകൾ പ്രതിയായി. എന്നിട്ട് ഇയാൾ എന്തിന് പിണറായി കണ്ട് പിണങ്ങി? ഇയാൾ പറയുന്ന രണ്ട് കാര്യങ്ങൾ: ഒന്ന്, മറുനാടനെ അറസ്റ്റ് ചെയ്തില്ല; രണ്ട്, എം ആർ അജിത് കുമാർ RSSനെ BJP MR അജിത് കുമാർ RSSകാരനും BJPക്കാരനും ആണെന്നും ഒക്കെ അയാൾ നിഗമനത്തിലെത്തുന്നത് എന്നെ അറസ്റ്റ് ചെയ്യാത്തതിൻ്റെ പേരിലാണ്. അത്രേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായി ഉത്തരം പറഞ്ഞു. മാത്രമല്ല, നമുക്കറിയാം എത്രയോ കാലത്തെ സ്ട്രഗിളിനും കഷ്ടപ്പാടിനും ശേഷമാണ് നമ്മളിനെ അതിജീവിച്ചത്. ഇപ്പം ഞാൻ പിണറായിയുമായിട്ട് സെറ്റിൽ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ പിണറായിക്കെതിരെ പിന്നെ ചീത്ത വിളിക്കുമോ? ഞാൻ തിരിച്ചു വന്നപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പിണറായിയെ ചീത്ത വിളിക്കുന്നത്. 2 കോടി കൊടുത്തൊക്കെയാണ് ഈ ആരൊക്കെയോ പറയുന്ന എന്തൊക്കെയോ പറഞ്ഞ് ഇയാൾ രംഗത്തിറങ്ങുന്നു. എന്നിട്ടിനി പോട്ടെ, പിണറായിട്ട് തെറ്റി വെളിയിലിറങ്ങുന്നു. ഇയാൾ എന്തിനാണ് MLA സ്ഥാനം രാജിവെച്ചത്? രാജ്മോഹൻ പറ. ഇയാൾ MLA സ്ഥാനം രാജിവെച്ചുള്ള ഗുണം ഒരു ഗുണവുമില്ല, ദോഷമേ സംഭവിച്ചിട്ടുള്ളൂ. സെൽവരാജ് പണ്ട് MLA സ്ഥാനം രാജിവെച്ച് എന്നിട്ട് അദ്ദേഹം കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് ജയിച്ചു MLA. അത് ഓക്കെ. അയാൾ ഇവിടെ മത്സരിച്ചിട്ട് ഇയാൾ ഇവിടെ രാജിവെച്ചിട്ട് ഇയാൾ കോൺഗ്രസ് മുന്നണിയോട് ധാരണ ഉണ്ടാക്കി ജയിച്ചാൽ ഓക്കെ. പക്ഷെ ആദ്യം കോൺഗ്രസ് മുന്നണി സമ്മതിക്കണം. സെൽവരാജിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് PC ജോർജ് നേരിട്ട് ഇടപെട്ട്, കാരണം അവർക്ക് ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി അന്ന് ഏതെങ്കിലും മുന്നണിയിൽ എന്തൊരു ചെറിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രോബ്ലം, അൻവർ നേരെ സുപ്രഭാതത്തിൽ പിണറായി തെറി പറഞ്ഞ് MLA സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങുന്നു. ഈ MLA സ്ഥാനം രാജിവെച്ച് പുറത്തിറങ്ങിയിട്ട് ഇയാൾക്ക് UDFനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ, അവരുടെ ഭാഗമാവാനോട് മത്സരിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? അൻവറിൻ്റെ രാഷ്ട്രീയ എതിരാളി പകരം അവിടെ MLA. ട്രാജഡിയാ. അല്ല, മാത്രമല്ല അൻവറിന് വെച്ച ഒരു ഡിമാൻഡ് കോൺഗ്രസ് അംഗീകരിച്ചില്ലല്ലോ. നമ്മളത് അപ്രതീക്ഷിതമായിരുന്നു. നമ്മൾ കരുതി കോൺഗ്രസിന്റെ സ്ഥിരം രീതി വെച്ച് എല്ലാം അംഗീകരിച്ചു കൊടുക്കും. എനിക്ക്
വി ഡി സതീശനോട് ഏറ്റവും ആദ്യമായി ബഹുമാനം തോന്നി. ഇപ്പോൾ വി ഡി സതീശൻ തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു നിയമസഭ. അത് കഴിഞ്ഞ് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ സതീശനോട് എനിക്ക് വലിയ ബഹുമാനവും സ്നേഹവും തോന്നിയപ്പോഴാണ്. ഇത് സതീശൻ്റെ കടുംപിടുത്തമാണ്, സതീശൻ്റെ കൃത്യമായ സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജിയിലാണ് അൻവർ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഒരുക്കാൻ സതീശൻ ബഹുമെടുക്കലാണ്. അപ്പോൾ ഇവിടെയും അൻവർ ഇങ്ങോട്ട് പുറത്തേക്ക് വരുമ്പോൾ അൻവറിനെ തള്ളിപ്പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം പിണറായി തെറി വിളിച്ചു വന്നിരിക്കുന്നതാണ്. അൻവറോട് സംസാരിക്കാനായിട്ട് മടിക്കേണ്ട കാര്യമില്ല. കാരണം അൻവർ പിണറായി തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ അൻവറിൻ്റെ ഡിമാൻഡിന് മുമ്പിൽ കീഴടങ്ങിയായിരുന്നെങ്കിൽ കോൺഗ്രസ് ആത്മാഭിമാനം പോകുമായിരുന്നു. അൻവർ പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കുക, അൻവർ മുന്നിൽ ഇതൊന്നും ചെയ്തില്ല. ഇതൊന്നും ചെയ്താതെ ഈ അൻവറിൻ്റെ അവസ്ഥ വല്ലാത്ത അവസ്ഥ. അതായത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അൻവർ തൻ്റെ തന്നെ കുഴി ഇത്രയും ദിവസം കൊണ്ട്, കഴിഞ്ഞ 1.5 കൊല്ലം കൊണ്ട് ശവക്കുഴി കുത്തി. എന്നിട്ട് ആ ശവക്കുഴി കയറിയിരിക്കാൻ വേണ്ടിയിട്ട് MLA സ്ഥാനം രാജിവെച്ചു. എന്നിട്ട് ആ അൻവറിന് പകരം ആ സീറ്റിൽ കൊണ്ടുപോയി തൻ്റെ രാഷ്ട്രീയ എതിരാളിയെ ഷൗക്കത്തിനെ കൊണ്ട് നിർത്തി. ഇനി ഷൗക്കത്ത് അവിടെ ജയിക്കുമെന്ന് ഉറപ്പാണ്. ഷൗക്കത്ത് ജയിച്ച അൻവർ കംപ്ലീറ്റ്ലി ഔട്ട്. ഇനി ഏത് സീറ്റ് കൊടുക്കും? ഇല്ല, സീറ്റില്ല. അല്ലെങ്കിൽ ലീഗിൻ്റെ സീറ്റ് കൊടുക്കാൻ. മലപ്പുറത്ത് ഇത്രയധികം സീറ്റുള്ള മലപ്പുറത്ത് ഒരുപാട് സീറ്റുണ്ട്. 4 സീറ്റേ കോൺഗ്രസിനുള്ളൂ. വണ്ടൂര്, പൊന്നാനി, തവനൂര്, നിലമ്പൂർ, ഈ 4 സീറ്റേ ഉള്ളൂ കോൺഗ്രസിന്. ഇതിൽ 2 കോൺഗ്രസും 2 ഹിന്ദുവും 2 മുസ്ലിമും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഫോർമുല. അങ്ങനെ പറ്റത്തുള്ളൂ. അതിൽ വണ്ടൂര് സംവരണമാണ്. പിന്നെ 1 ഹിന്ദു സീറ്റും 2 മുസ്ലിം സീറ്റും ഉള്ളൂ. അപ്പം നിലമ്പൂരും പൊന്നാനിയും തവനൂരും. ഇത് KP നൗഷാദിനെ അയാൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. മലപ്പുറത്തു നിന്ന് കോൺഗ്രസിനെ പ്രതീക്ഷയോടെ വളർന്നിരിക്കുന്ന നേതാവാണ്. നൗഷാദ് അലിക്ക് സീറ്റ് കൊടുക്കണം. പൊന്നാനിയോ അല്ലെങ്കിൽ തവനൂരോ കൊടുക്കണം. തവനൂരിനാണ് സാധ്യത. തവനൂരിനാണല്ലോ മുസ്ലിം പ്രാധാന്യത്തോളം. അപ്പോൾ പൊന്നാനി പിന്നെ അവശേഷിക്കുന്നുള്ളൂ. പൊന്നാനിയിൽ ഹിന്ദു സ്ഥാനാർത്ഥി നിർത്താൻ പറ്റൂ. കാരണം മുഴുവൻ UDFൻ്റെ സ്ഥാനാർത്ഥികളും ലീഗിൻ്റെ സ്ഥാനാർത്ഥികളും മുസ്ലിംസാണ്. കോൺഗ്രസിന് 4 പേരിൽ 2 പേര് എങ്കിലും ഹിന്ദു ആയില്ലെങ്കിൽ CPM പലപ്പോഴും ഹിന്ദുക്കളോട് സ്ഥാനാർത്ഥി ആക്കാറുണ്ട്. ശ്രീരാമകൃഷ്ണ പൊന്നാനി ആക്കാറുണ്ട്. അപ്പം ഈ പശ്ചാത്തലത്തിൽ മലപ്പുറത്ത് ഇനി അൻവറിന് സീറ്റില്ല. അൻവറിന് മുമ്പിലുണ്ടായിരുന്ന ഏക വഴി എന്ന് പറയുന്നത് KK രമയെ മത്സരിപ്പിച്ചതുപോലെ വടകരയെ മത്സരിച്ചതുപോലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മത്സരിക്കാതെ ആ മത്സരിക്കാൻ സീറ്റില്ല. പിന്നെ അൻവറിന്റെ മുമ്പിലുള്ള സീറ്റ് നമ്മുടെ തിരുവമ്പാടിയാണ്. തിരുവമ്പാടി ലീഗിൻ്റെ സീറ്റാണ്. ഒന്നാമത്തെ കാര്യം ലീഗിൻ്റെ സീറ്റാണ്. ലീഗ് വിട്ടുകൊടുക്കണം. രണ്ടാമത്തെ കാര്യം അവിടെ അവിടുത്തെ മുസ്ലിം ഇതുപോലെ തന്നെ ഏറ്റവും ശക്തമായ ജനസംഖ്യയാണ്, കുടിയേറ്റ മേഖലയാണ്. അപ്പം അവിടെ കൊണ്ടുപോയി ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയുടെ സ്കോപ്പ് ഭയങ്കര കുറവാണ്. മാത്രമല്ല മറുനാടിനെ വേട്ടയാടിയതടക്കം പല വിഷയങ്ങളിലും അൻവറിനോട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വലിയൊരു വിരോധമുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ ബഹളം വെച്ചോണ്ട്. ഇപ്പോൾ ഈ സത്യത്തിൽ ഈ ജോയിയെ കൊണ്ടുവന്നതൊക്കെ ഇയാൾ ജോയി എടുത്ത് പഠിച്ചോ ഞാൻ ക്രിസ്ത്യാനികൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി. പക്ഷേ ഇയാൾ കള്ളനാണെന്നും ഇയാൾ കള്ളത്തരമാണ് പറയുന്നതും എല്ലാവർക്കും അറിയാം. അപ്പം ഒരു അഴിമതിക്കാരനായ അഹങ്കാരിയായ എല്ലാവരെയും തൻ്റെ കൺട്രോളിൽ പോകണമെന്ന് അയാൾ എന്തെല്ലാം ഡയലോഗുകൾ. ചാരുകസരെ കയറിയിരിക്കുന്നു, മേലെ ആകാശത്തിൻ്റെ കീഴെ പാർക്ക്. ഇപ്പോൾ കൃത്യം 2 വർഷമാവുക. ഇപ്പോൾ ഈ മെയ് ഒടുവിലായി പ്രപ്പോസൽ വാലിച്ച് കയറും, 6ാം നില ഇറക്കും. എന്നിട്ട് ഏറ്റവും രസമതല്ല, അതെല്ലാം കഴിഞ്ഞല്ലോ. ഈ 2021 കഴിഞ്ഞു. നമ്മളിവിടെ സ്വതന്ത്രമായി പ്രവർത്തനം തുടരുന്നു. ഈ പുതിയ പിണറായിയോട് യുദ്ധം തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞല്ലോ, ഇതുവരെ എൻ്റെ ഒരു ആഗ്രഹം മാത്രമായിരുന്നു, എൻ്റെ വ്രതമാണ് ഇനി നിന്നെ പൊട്ടിക്കാമെന്ന് പറഞ്ഞ് അങ്ങത്തിറങ്ങി. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ, ഞാൻ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിനോട് ഇന്ന് സംസാരിച്ചു, വളരെ മുതിർന്ന കോൺഗ്രസ് നേതാവിനോട്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഷാജൻ അവനെ പോലെ ഒരുത്തനെ ഞങ്ങൾ സീറ്റ് കൊടുത്തും ചുമന്ന് നടക്കുമെന്ന് ഷാജൻ കരുതിയോ? അത്ര ഗതികേട് കോൺഗ്രസിന്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു പോയിന്റ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഷാജൻ ബാക്കിയെല്ലാം വിടുക, അവനെതിരെ അഴിമതി അല്ലെങ്കിൽ അവൻ്റെ സാധനങ്ങളൊക്കെ വിടുക. പക്ഷേ അവൻ ചെയ്ത ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് അവനെ വിശ്വസിച്ച് ഒരാൾ പറഞ്ഞ് ടെലിഫോൺ സംഭാഷണം മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിട്ടതാണ്. ആരവനെ വിശ്വസിക്കും? എന്നോട് പറയും, എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ആയിരക്കണക്കിന് ആളോട് കമ്മ്യൂണിക്കേറ്റ്, ഞാൻ ജീവിതത്തിൽ ഒരാളുടെ ടെലിഫോൺ നമ്പർ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ റെക്കോർഡ് ചെയ്യാം, പക്ഷേ ഞാൻ ഒരിക്കലും അനുവാദം പുറത്തു വിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയുള്ള ഒരുത്തനോട് ആര് സംസാരിക്കും? അതുകൊണ്ട് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ നിങ്ങൾ പ്രതീക്ഷ അതല്ലേ ഒരുത്തൻ, അവൻ പിണറായി വിരുദ്ധൻ എന്ന ഒരു ഇമേജ് ഉണ്ട്. പിന്നെ മാത്രമല്ല എന്നോട് ആ നേതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു, ഒരു കാര്യം അവനെ സമ്മതിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഈ പിണറായി യഥാർത്ഥത്തിൽ RSS ഏജൻ്റാണ് എന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ
ഒരു ശക്തമായ തോന്നലുണ്ടെങ്കിൽ കൊടുത്തു വരാം. അതെ അതെ, അതിൻ്റെ അതുകൊണ്ട് അവനെ നമുക്ക് ഒറ്റയ്ക്ക് തള്ളാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവന് പിണറായി വിരുദ്ധ പോരാട്ടം നടത്തുമ്പോൾ അവൻ ഹീറോയാണ് ചിലരുടെ. അപ്പോൾ അതുകൊണ്ട് പതിയെ അവൻ നമ്മളെ സഹായിച്ചു. പക്ഷെ അവൻ്റെ ഡിമാൻഡൊന്നും നമ്മൾ അംഗീകരിച്ചു കൊടുക്കരുത്. ഒരിക്കലും ഡിമാൻഡ് അംഗീകരിക്കരുതല്ലോ. നമ്മൾ ഗതികെട്ട സ്ഥലത്തിന് പിന്നെ അവിടെ ഡിമാൻഡ് വെച്ചിട്ട് വല്ല കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാജ്മോഹൻ ഞാൻ പറഞ്ഞത് ഇതൊരു വല്ലാത്ത രാഷ്ട്രീയ പതനം. സ്വയം രാജിവെച്ച് ശവക്കുഴി ഉണ്ടാക്കി അവിടെ താനിരുന്ന കസേരയിലേക്ക് തൻ്റെ രാഷ്ട്രീയ എതിരാളി കൊണ്ടിരുത്തി. സ്വയംകൃതാനർത്ഥം താനിരുന്ന കസേരയിലേക്ക് തൻ്റെ എതിരാളി കൊണ്ടിരുത്തി. എന്നിട്ട് ഇപ്പം എവിടെയെങ്കിലും സീറ്റ് തായോ നടക്കുന്ന അവസ്ഥയുണ്ട്. എനിക്ക് സീറ്റ് വേണം. ഇപ്പം ലീഗിനോട് പറഞ്ഞു എനിക്ക് സീറ്റ് വേണം. എവിടെയാണ് സീറ്റ്? കോൺഗ്രസിനെ ജയിക്കാനുള്ള സാധ്യത ലീഗ് കൊടുക്കണം. ലീഗിൻ്റെ തന്നെ തോറ്റ സീറ്റാണ് തിരുവമ്പാടി. പക്ഷെ അത് കോൺഗ്രസ് നിർത്തണമെന്നും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി നിർത്തണമെന്നും പറഞ്ഞ് വലിയ വിചാരോടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ കൊണ്ടുപോയി ഇവന് സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇവന് സീറ്റില്ല. ജോയിയെ പോലെ ഒരാളാണ് തിരുവമ്പാടി കോൺഗ്രസിനെ നിർത്താം. പക്ഷെ ലീഗ് കൊടുക്കണ്ടേ? അവരും കൂടെ മനസ്സ് വെക്കണം. ലീഗ് വിചാരിക്കണ്ടേ? ലീഗ് കൂടുതൽ സീറ്റ് ഇരിക്കുവാണ്. അവർക്ക് എത്ര കഴിഞ്ഞ തവണ നിയമസഭയെ മത്സരിച്ചതിനേക്കാൾ 2 സീറ്റോട് കൂടുതൽ കിട്ടിയാലേ ലീഗ് ഇക്കുറി തൃപ്തിയടയൂ. അപ്പൊ അവര് വേണേ ഈ പുനലൂർ ഇവിടെ പുനലൂരുണ്ടോ? അതൊക്കെ വേണേ അവർ വിട്ടുകൊടുക്കും. അവർ പറഞ്ഞ ഞങ്ങൾക്ക് അതൊന്നും വേണ്ട, നിങ്ങൾ എടുത്തോ, ഞങ്ങൾക്ക് ഇവിടെ തന്നേക്കാനാണ് പറഞ്ഞത്. അപ്പോൾ പുനലൂർ കോൺഗ്രസ് തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാവുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ്? ഞാൻ ലീഗ് അല്ലല്ല അതൊക്കെ അവർ മാറ്റുമെന്നു. അപ്പോൾ മലബാറിൽ അവർക്ക് സ്വാധീനമുള്ളിടത്ത് അവർ സീറ്റ് പിടിച്ചോണ്ടിരിക്കും. തിരുവമ്പാടി പിന്നെ ഒരു രാമനില്ല, UC രാമനില്ലായിരുന്നു. അവളെവിടെയായിരുന്നു? മലബാറിൽ തന്നെയാണ്. UC രാമൻ. അപ്പം രാജ്മോഹൻ ഇവൻ വല്ലാത്തൊരു ഗതികെട്ട്. അതായത് എനിക്ക് ഏറ്റവും ആഹ്ലാദമുണ്ടാക്കിയ കാര്യം എന്താ വെച്ചാൽ, ഒന്നും മറുനാടനെ ഉപദ്രവിക്കാൻ വേണ്ടി നടന്ന് എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം തന്നെ എന്നോട് ഏത് പള്ളിയിലാണ് പോകുന്നത് പറയും. ആ പള്ളിയിലും അമ്പലത്തിന് പോകുന്നതിന് അതെല്ലാം ഉണ്ട്. കർമ്മഫലം എന്താണ്? നമ്മൾ സത്യമാനുസരിച്ച് മാത്രം ജീവിക്കുന്നു. നമ്മളെക്കുറിച്ച് പറയുന്നവർ വ്യാജ കഥ പറയുന്നു, നുണ പറയുന്നു. ഇവന്മാരിങ്ങനെ മറുനാടൻ അങ്ങനെയാണ് ഇങ്ങനെ നീ ഇപ്പോഴും വന്നോ എന്നൊക്കെ ചോദിച്ചാൽ, പക്ഷെ നമ്മൾ പറഞ്ഞ സത്യമാണെന്ന് ലോകത്തോർക്ക്. കഴിഞ്ഞ ദിവസവും നമ്മുടെ 4th ചാനലിന്റെ വാർത്ത നമ്മൾ കൊടുത്തിരുന്നല്ലോ. മറ്റേ അമ്മരുടെ ആ ഫാം എന്താണ് ഫാം ഫണ്ട്. അപ്പം ഞാൻ ആ ഫാം ഫണ്ടിനെയോ 4th അല്ല ഫോക്കസ് ചെയ്യുന്നത്. നേരെ മറിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന തട്ടിപ്പിനെയാണ്. പലരും ഇവിടെ ഫോൺ ചെയ്തിരുന്നത് കണ്ടിട്ട്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എല്ലാം തട്ടിപ്പാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ ആര് വിളിച്ചു പറയും രാജ്മോഹൻ? ഈ സമൂഹത്തോടെ ഇപ്പോൾ അൽ മുക്താദിർ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഞാൻ ചെയ്തിരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം SDP പ്രതിഷേധിച്ചിരിക്കുന്നുണ്ടോ? അവർക്കെല്ലാം പരസ്യം കൊടുക്കണമല്ലോ. എത്ര കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അപ്പം ഈ ലോകത്തോട് നമ്മൾ തട്ടിപ്പൊളിച്ച് പറയുമ്പം ഈ പറയുന്ന ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ എല്ലാവർക്കിട്ടും ദൈവം പിടിച്ച് അവിടെ ഇരിക്കട എന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സമ്പൂർണമായ വീഴ്ച ഞാൻ പറഞ്ഞത്, ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നു, നമ്മുടെ അൻവറിൻ്റെത് സമ്പൂർണ്ണ വീഴ്ചയാണ്. ഇല്ലേ? ഇനി ഇല്ലല്ലോ. ഇനി അൻവറില്ല. PC ജോർജ് അവസാന നിമിഷം BJP പോയി ചേർന്ന് അറ്റ്ലീസ്റ്റ് മകനെയെങ്കിലും സേഫാക്കി. മകന് സേഫ്. മകനിപ്പം BJP-യിലെ നേതാവ് തന്നെയാണ്. പക്ഷെ ജോർജ് അസ്തമിച്ചു. പക്ഷെ ഇതേ രീതിയിൽ ഇവൻ്റെ ആഗ്രഹം, ഇവൻ എന്താണ് പിണറായിട്ടുള്ള പ്രശ്നം മന്ത്രിയാകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. യഥാർത്ഥത്തിൽ ഇവൻ പറയുന്നതൊക്കെ പിണറായിയുടെ അഴിമതിക്ക് മുഴുവൻ അഴിമതി കുറവാന്ന് പറഞ്ഞാണ് അവൻ നിന്നിരുന്നത്. കാരണം അത്രയും പോരാ, അതിക്കുള്ള എടുക്കാൻ അവനുണ്ടായിരുന്ന 2 പ്രശ്നം. ഒന്ന്, കൊല്ലത്തൊരു മുരുകേഷ് ഉണ്ട്, റീഗൽ. അപ്പോൾ മുരുകേഷ് ഇവനെ അക്ഷരാർത്ഥത്തിൽ പൂട്ടി. ഇവൻ മുരുകേഷിനെ അപ്പനിട്ട് കളിച്ചു, വസ്തു തട്ടിയെടുത്തു. മുരുകേഷ് ഇവിടെ തിരിച്ചു വന്നിട്ട് ഇവനെ അങ്ങ് ശരിക്കങ്ങ് പൂട്ടി. കാശിന് കാശ്, സ്വാധീനത്തിന് സ്വാധീനം, വാരി എറിഞ്ഞ് അയാളെ അടിമുടി പൂട്ടിയിട്ട് ഇവൻ ഇഷ്ടം പോലെ അസറ്റ്സ് ഉണ്ട്, പക്ഷെ ലിക്വിഡ് കാശ് ഇല്ലാതായി. ഇവൻ്റെ ഈ എല്ലാ ഇടപാടും മുരുകേഷ് പിന്നാലെ നടന്നു പൂട്ടിയിട്ടു. അപ്പോൾ അവൻ മുരുകേഷിനെയും ഷാജൻസ്കരെയും പിടിച്ച് അകത്തിടണമെന്നാണ് ഇവന് പിണറായിട്ടുള്ള ഡിമാൻഡ്. പരമാവധി പിണറായി ശ്രമിച്ചു, പക്ഷേ മുരുകേഷിനെ ആദ്യം ശ്രമിച്ചില്ല. കാരണം മുരുകേഷിന് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. അമൃതാനന്ദമയ്യ ദേവി അടക്കമുള്ളവരിലൊക്കെ നമ്മൾ ഒരു വിധത്തിൽ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളിങ്ങനെ മുങ്ങി രക്ഷപ്പെട്ടു. അപ്പോൾ ഇതവന് കലിപ്പുണ്ടാവുന്നുണ്ട്, അവന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. പിന്നെ മന്ത്രിയാകാനുള്ള ആഗ്രഹം സാധിച്ചില്ല. മന്ത്രി ആയാൽ സ്വന്തം പേരുള്ള ഒരുപാട് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാൻ പറ്റുമല്ലോ. മന്ത്രിസ്ഥാനം കൈകെട്ടി കഴിഞ്ഞാൽ ഇതെല്ലാം പരിഹരിക്കാനുള്ള വഴി. സത്യം പറഞ്ഞാൽ അവൻ മന്ത്രിയാവണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇപ്പം എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞാൽ അവൻ മന്ത്രിയാവണമെന്നായിരുന്നു. ഇനിയാണെങ്കിലും അവൻ ജയിച്ച MLA ആണ്. കാരണം എന്നാലും നമുക്ക് അറ്റാക്ക് ചെയ്യാം. ഇവർ തോറ്റു കിടക്കുന്നവർക്ക് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും. വീണെടുക്കുന്നത് തന്നെ ചെയ്യാൻ പറ്റും. ഒരുത്തൻ കരുത്തനായിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ അവനോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമുള്ളൂ. ദുർബലനോട് ഏറ്റുമുട്ടിയിട്ട് കാര്യമില്ല.
അപ്പം എന്തായാലും ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇയാളുടെ ഈ ദയനീയമായ പരാജയമാണ്. ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് എന്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സംഭവിക്കാം, എന്തായിരിക്കും അൻവർ ചെയ്യാൻ പോകുന്നത്. രാജ്മോഹൻ എന്ത് തോന്നുന്നു? അൻവർ ഒന്നും ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇയാൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഇയാൾക്ക് എത്ര വോട്ട് കിട്ടുന്നുള്ള കാര്യം പുള്ളിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് എന്നൊക്കെ നിരന്തരം തൃണമൂൽ കോൺഗ്രസ് തീരുമാനിക്കും. തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഇത് മമതാ ബാനർജിക്ക് വല്ല ഇതുപോലെ അറിയാമോ എന്നാണ് നമുക്ക് ആദ്യം അന്വേഷിക്കേണ്ടത്. മമതാ ബാനർജി ഇങ്ങനെ കേരളത്തിൽ ഒരു ഘടകമുള്ളതായിട്ടുള്ള അവർക്ക് അറിയാമോ ദൈവത്തിന് അറിയാം. ഞാൻ പക്ഷേ ഇയാൾ മത്സരിച്ചാൽ കുറച്ച് വോട്ട് പിടിക്കുമെന്ന് വിചാരിക്കുന്നത് മറ്റു പലരെ പോലെ അല്ല. ഇയാൾക്ക് നിലമ്പൂരിൽ കുറച്ച് ഗ്രിപ്പൊക്കെ ഉണ്ട്. മാത്രമല്ല ഇയാൾ വളരെ കൃത്യമായി ഭംഗിയായി ഇസ്ലാമിക് പൊളിറ്റിക്സ് കളിക്കുന്ന ആളാണ്. അതുണ്ട്. അപ്പോൾ തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഇയാളെ, അതായത് SDPI മനസ്സുള്ളവർക്ക് ഇയാളെ ചിന്തിക്കും. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ മത്സരിച്ചാൽ 10,000 വോട്ട് പിടിക്കാൻ പറ്റും. 10,000 വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി KP ഷൗക്കത്ത് എന്ന് പറഞ്ഞ ആൾ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു. ഈ മറ്റേ ജോസഫ് വാഴയ്ക്ക് മത്സരിച്ചപ്പം എതിരായിട്ട് വിമതനായിട്ട് ജോർജിയ മാത്യു ആയിരുന്നു പിന്നെ കളിച്ചിരുന്നത്. അപ്പം ഇതേപോലെ തന്നെ അൻവർ ഇവിടെ മത്സരിച്ചാൽ ഒരു 10,000 വോട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ ചോദ്യം, അൻവർ സ്ഥാനം രാജിവെച്ചിട്ട് അവിടെ പോയി മത്സരിച്ചാൽ അൻവർ മത്സരിച്ച് ആര്യാട് ഷൗക്കത്ത് അങ്ങ് തോറ്റുപോയെന്ന് കരുതുക. എന്നാൽ അൻവറിന് എന്താ നേട്ടമുള്ള ഗുണമില്ല. കാരണം അൻവർ പിണറായിസത്തിനെതിരെ പോരാടാൻ വേണ്ടി പുറത്തിറങ്ങിയിട്ട് പിണറായി ശക്തി പോയി. അപ്പൊ അതുകൊണ്ട് ഷൗക്കത്ത് ജയിച്ചാലും തോറ്റാലും അൻവറിന് തിരിച്ചടിയാ. ഇനി പിണറായി തിരിച്ചെടുക്കൂ? എടുക്കത്തില്ല. ഇനി ഈ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച അൻവറിന് UDF എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുമോ? എടുക്കത്തേയില്ല. അപ്പോൾ പിന്നെ അൻവറിന്റെ മുമ്പിലുള്ള വഴി ഒരിക്കലും അൻവറിന് മത്സരിക്കാൻ പറ്റത്തില്ല. മത്സരിക്കുമെന്ന് ഭീതി ഉണ്ടാക്കും. കാരണം അൻവറിന് അവിടെ 10,000 വോട്ട് പിടിക്കാൻ പറ്റുമെന്നും അൻവർ വോട്ട് പിടിച്ചാൽ തോറ്റേക്കുമെന്നൊരു ഭയം UDF-നുണ്ടാവും. തീർച്ചയായും ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെ വരുമ്പോൾ അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് മുഴുവൻ എന്താണെന്നറിയോ? മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ മത്സരിക്കുമെന്നൊരു ഭീതി ഉണ്ടാക്കിയിട്ട് UDF-മായി ഒരു ഡീലുണ്ടാക്കി മുന്നണി കയറി പറ്റിയിട്ട് അടുത്തുള്ള സീറ്റ് ഉണ്ടാവും. മുന്നണി കയറി പറ്റി നടക്കൂല. കാരണം രാഹുൽ ഗാന്ധി സമ്മതിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ മുന്നണി കയറ്റുന്ന തുല്യമാവും, സാധ്യമല്ല. പക്ഷേ ഈ ഉറപ്പായ ഒരു സീറ്റിന്റെ പേരിൽ എഗ്രിമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പം ബലം പിടിക്കുന്നത്. കോൺഗ്രസ് എന്ത് ചെയ്യും? തരാന്ന് പറയും. നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞു, മുന്നണി കേട്ടാന്നല്ലേ പറഞ്ഞു. കോൺഗ്രസ് തരാന്ന് പറയും. അങ്ങനെ ഇവൻ പറ്റിക്കപ്പെടും. ആടിന് പ്ലാവല കൊടുത്ത് അടുപ്പിച്ച് നിർത്തുന്ന പോലെയാണ് ഇവനെ ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ നല്ല രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാൻ കരുതി ഇവർ കീഴടങ്ങി കൊടുക്കുന്നതാണ്. ഞാൻ പറയുന്ന രാജ്മോഹൻ VD സതീശൻ, ഞാൻ VD സതീശിനെ വല്ലാതെ ബഹുമാനിക്കുന്ന ഈ വിഷയത്തിൽ. അവനെ നിർത്തേണ്ടടുത്ത് നിർത്തി. ഇന്നുണ്ട് മുന്നേ എന്താണ് ഇന്ന് ഡയലോഗ് ഉണ്ട്, അവൻ്റെ ഒരു കിടിലോൾക്കിൻ്റെ ഡയലോഗ് ഉണ്ട്. ഒന്ന് പ്ലേ ചെയ്തേടാ. അത്ര ആയിട്ടില്ല PV അൻവർ, അത്ര ആയിട്ടില്ല, മനസ്സിലായില്ലേ? അത്ര ആയിട്ടില്ല. ഈ ഒരു തൻ്റെ ഉണ്ട്, അത് കോൺഗ്രസ്സുകാർക്ക് മുഴുവൻ ഊർജ്ജം ഉണ്ടാക്കി. എന്ന് മാത്രമല്ല, അൻവറിന് നേരത്തെ നോ പറഞ്ഞിരുന്നെങ്കിൽ പിണറായിസത്തെ എതിർക്കുന്ന ആളെന്നതിൽ അൻവറിനുള്ള പിന്തുണ, തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർക്കിടയിൽ അൻവറിനുള്ള പിന്തുണ, ഇതൊക്കെ ചെറുതായിട്ട് ദോഷമാണ് പോയി. ഇപ്പം അൻവർ ഭ്രാന്ത് പിടിച്ച് വെളിയിറങ്ങിയതോടുകൂടി എല്ലാവരും അൻവറിനെതിരായി. കൂടെ ആരും ഇല്ലെങ്കിൽ തിരിഞ്ഞു നോക്കൂ, ആരുമില്ല. രാഷ്ട്രീയത്തിൽ എപ്പോഴും കൂടെ 10 പേരെങ്കിലും ഉണ്ടാകുന്ന ആളെ നോക്കുള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അൻവർ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ ചെറിയ തോതിൽ വിജയ സാധ്യതയെ ബാധിക്കാം. BJP മത്സരിക്കില്ല എന്നുള്ള നിലയിലാണ് BDJS മത്സരിക്കുമെന്നാണ് പറയുന്നത്. BDJS ചിലപ്പോൾ മത്സരിക്കും. ഞാൻ പറഞ്ഞ BJPയോ BJDയോ ആരെങ്കിലും ഒരാൾ മത്സരിക്കും. ഞാൻ അന്വേഷിച്ചു. മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ ഒരു നമ്പർ ഇറക്കിയതാണ്. മത്സരിക്കും. പ്രത്യേകിച്ച് LDF-ന്റെ സ്ഥാനാർത്ഥിയും മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ, ഷറഫലി ആക്കുമെന്ന് പറയുന്നുണ്ട്, LDF-ന്റെ സ്ഥാനാർത്ഥിയും മുസ്ലിം കാൻഡിഡേറ്റ് ആണെങ്കിൽ BJP അവിടെ നല്ല ഒന്നാന്തരം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വലിയ തോതിൽ കഴിവ് തെളിയിക്കാൻ ശ്രമിക്കും. അവർക്ക് BJP രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് കുറച്ച് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണ്. അല്ല, അദ്ദേഹം പറയുന്ന കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി വലിയ തോതിൽ അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സർവേകളും പരിശീലനവും നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഏതാണ്ട് 1 മാസത്തോളം ഇതിനു വേണ്ടി മാറ്റിവെച്ചാൽ അതിന് ക്ഷീണം വരുമെന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഭംഗിയാക്കിയാൽ മാത്രമേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് ഇത് വേണ്ടത്. പക്ഷേ LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങളാണെങ്കിൽ, ഇപ്പം ആര്യാട് ഷൗക്കത്ത് വന്നു, ഷറഫലിയോ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥി വരുന്നെങ്കിൽ ഹിന്ദു സ്ഥാനാർത്ഥി ഇറക്കി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി ഇറക്കി BJP-യുടെ പരീക്ഷ നടത്തുകയും കഴിഞ്ഞ പ്രാവശ്യം 16 വോട്ടില്ലായിരുന്നു. ഷോൺ നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. അല്ല, അത് നടക്കത്തില്ല. എന്നുവെച്ചാൽ ഷോണിൻ്റെ ഏരിയ അല്ല അവിടെ ശരിക്കും പറഞ്ഞ ആ മണ്ഡലത്തിലുള്ള BJP-യുടെ ഒരു സ്ഥാനാർത്ഥി ഇറക്കണം. അല്ല BJDS-ന്റെ സ്ഥാനം. മലപ്പുറം ജില്ലയിൽ ഒരുപാട് BJP നേതാക്കളുണ്ട്. ഈ BJDS-ന്റെ സ്ഥാനാർത്ഥിയെ കൊടുത്താൽ കുഴപ്പമെന്ന് വെച്ചാൽ
അത് വിറ്റ് കാശാക്കും. അതാണ് അതാണ് ഒരു വലിയ വിഷയം. അതാണ് ഒരു കുഴപ്പമുള്ളത്. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ അൻവർ മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടെന്ന് കാരണം രണ്ടായിട്ട് കാണാം ഈ തെരഞ്ഞെടുപ്പിനെ. ഒന്ന് അൻവർ മത്സരിക്കുന്ന സാഹചര്യം, രണ്ട് അൻവർ മത്സരിക്കാത്ത സാഹചര്യം. മത്സരിക്കാത്ത സാഹചര്യത്തിൽ കണ്ണുമടച്ച് അൻവർ എത്ര എതിർത്താലും അൻവർ ഒരു ഡമ്മി സ്ഥാനാർത്ഥി നിർത്തിയാൽ പോലും കണ്ണുമടച്ച് അവിടെ ജയിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്താണ്. കാരണം അവിടെ ജോയിയേക്കാൾ നല്ല സ്ഥാനാർത്ഥി ഷൗക്കത്താണ്. ജോയി മാന്യനാണ്, ജോയിക്ക് ആരോടും ശത്രുതയൊന്നുമില്ല. പക്ഷേ ജോയിയേക്കാൾ നിലമ്പൂരിൽ 46% മുസ്ലിങ്ങളുടെ മണ്ഡലമാണ്. മുസ്ലിം ഭൂരിപക്ഷം എന്ന് പറയുന്നത് തെറ്റാണ്, എന്നാലും 40%. അപ്പം ഈ മുസ്ലിങ്ങളുള്ള ഈ മണ്ഡലത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഒന്നാണ് സ്ഥാനാർത്ഥി. അതേസമയം അയാൾ മതേതരനാണ്, എല്ലാ മനുഷ്യർക്കും അയാൾ ഇഷ്ടം. എനിക്കൊരു 20 കൊല്ലം മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ജയിലിൽ പോയ വിഷയമുണ്ടല്ലോ ശിവശങ്കർ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന സമയം, ഡയറക്ടർ ആയിരുന്ന സമയത്ത്, ഈ സമയത്ത് ഞാൻ ശിവശങ്കർ നമ്പർ മേടിച്ചിട്ടാണ് ഞാൻ ആദ്യം ഷൗക്കത്തിനെ വിളിക്കുന്നത്. അന്നത്തെ അയാൾ ചെയ്തിരുന്ന ഷൗക്കത്തിൻ്റെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ശിവശങ്കർ എന്നോട് പറഞ്ഞു ഈ ഷൗക്കത്തിനെ വിളിക്കൂ, ഡീറ്റെയിൽസ് നിലമ്പൂർ ചെയ്തിരുന്നു. അയാൾ അവിടുത്തെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി നടത്തിയ സമയത്ത് ചെയ്തിരുന്നു. അപ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള പ്രഗത്ഭനായ മിടുക്കനായ മതേതരനായ കലാകാരനായ എല്ലാ അർത്ഥത്തിലും നല്ല സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഒരു സംശയവും വേണ്ട, ജയിക്കുമെന്ന കാര്യം തർക്കമുണ്ട്. ഇനി അൻവർ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ ഒരു 10,000 വോട്ട് വരെ പിടിച്ചുകൂടുകയില്ല. അങ്ങനെ വന്നാൽ ഒരു പക്ഷേങ്കിൽ ഷറഫലിയാണ്. മലപ്പുറത്തിന് ഫുട്ബോളിൻ്റെ ഒരു പ്രേമമുണ്ട്. അപ്പോൾ ഷറഫലി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ യൂത്തിനെ അട്രാക്ട് ചെയ്യും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വേടൻ്റെ പുറകെ നടക്കുന്ന പിള്ളേരില്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവർ വേടനെ ദൈവതുല്യമായാണ് കാണുന്നത്. അതുപോലെ വേടൻ ആരാധകരുണ്ട്. അപ്പം ഈ ന്യൂ ജനറേഷന് ഈ ഷറഫലിയോടായിരിക്കും കൂടുതൽ താല്പര്യം ഈ പറയുന്ന ആര്യാടനെക്കാട്ടില്ല. അവർക്ക് ആര്യാടനെ വലിച്ച സാഹിത്യമൊന്നും പിടിക്കത്തില്ല അവർക്ക്. അതുകൊണ്ട് ഷറഫലിയുടെ സ്ഥാനാർത്ഥി ആയാൽ അൻവർ ഷറഫിൽ നല്ല സ്ഥാനാർത്ഥി, LDF കിട്ടാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. എന്നാലും ഇപ്പം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാണ്, എനിക്ക് വളരെ അടുപ്പമുണ്ട്. എന്നാലും ജയിക്കാൻ പോകുന്നത് ഷൗക്കത്തായിരിക്കും. പക്ഷേ അൻവർ മത്സരിച്ചാൽ ടൈറ്റ് ആവും. LDF ജയിച്ചുകൂടാഴികയില്ല. ഏത് ഷറഫലി സ്ഥാനാർത്ഥിയാണ് ആണെങ്കിൽ അൻവർ നേരിട്ട് മത്സരിച്ചാൽ ജയിച്ചുകൂടാഴികയില്ല. എന്തായാലും വളരെ പക്ഷേ അതുകൊണ്ട് അൻവറിന് ഗുണമൊന്നുമില്ല. അൻവറിന്റെ രാഷ്ട്രീയ ജീവിതം തീർന്നു എന്ന് പറയേണ്ടി വരും രാജ്മോഹൻ, അല്ലേ? എന്തായാലും നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആളാണ്. ഇപ്പം ഉടുപ്പുമില്ല, താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാമെന്ന അവസ്ഥയിരിക്കുന്ന നമ്മളിപ്പോഴും അതേ സ്റ്റുഡിയോയിലിരുന്ന് അതേപടി പരിപാടികൾ അതേ സ്ഥലത്ത് തന്നെ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് സത്യത്തിന് വിജയം എന്ന് പറയുന്നത്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് UDF ഒരു ഉണർവാകും. ഈ ഒരു 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലെങ്കിലും ജയിച്ചാൽ, അത് കൂടുതൽ ജയിക്കാം, അത് ജയിച്ചാൽ, അത് അൻവറിന് സഹായമില്ലാതെ ജയിച്ചാൽ, അവിടെയാണ് ഇതിന് കുഴപ്പമെന്ന് വെച്ചാൽ അൻവർ പറഞ്ഞത് കേട്ടാൽ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നു. അൻവറാണ് ജയിപ്പിച്ചത് എന്നൊരു തോന്നലുണ്ടാക്കി അതിൻ്റെ പേര് അയാൾ മുതലെടുക്കുകയും ചെയ്യുമായിരുന്നു. അല്ല, അത് ഉറപ്പാണല്ലോ, നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചാണ് ജയിച്ചെന്ന് പറയാമല്ലോ. അതുകൊണ്ട് അൻവറിൻ്റെ ഒരു അസ്തിത്വത്തെ തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഈ അസാധാരണമായ തീരുമാനം അത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകും. വലിയ തോതിൽ ഞാൻ വെറുതെ പറഞ്ഞു, വലിയ തോതിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിലാക്കും. നല്ല വിജയം. അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ മാലിന്യത്തെ തുടച്ചു നീക്കിക്കൊണ്ട്, അതും നിലമ്പൂരിന്. എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവറിനെതിരെ പ്രസംഗിക്കാൻ പോകണമെന്ന് നടന്നിരുന്ന ആളാണ് ഞാൻ. എവിടെ പ്രസംഗിക്കാൻ പോകുന്നിരുന്നത്? അടുത്ത നിയമസഭയിൽ പോകാനിരുന്ന ഞാൻ. ഇനിയിപ്പം ഷൗക്കത്ത് വിളിക്കുകയാണെങ്കിൽ ഞാൻ ഇത്തവണ പോയി പ്രസംഗിക്കാം. അൻവറെ ചീത്ത വിളിക്കാൻ അവസരം തരണം, അല്ലാതെ പോയിട്ട് കാര്യമില്ല. അപ്പം എന്തായാലും ഇതൊരു വലിയ നിർണായകമായൊരു തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അൻവർ എന്ന രാഷ്ട്രീയ മാലിന്യത്തെ തുടച്ചു നീക്കി പിണറായിസത്തിനെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമായി UDF വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമുക്ക് വലിയ വിജയം UDFന് ആശംസിക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.